നമുക്ക് നോക്കാം. നമ്മുടെ ഒരു പാർട്ടിക്കിൾ മാസുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അതൊരു പൊട്ടൻഷ്യൽ വാല്യൂവിൽ കൺഫേം ചെയ്തിരിക്കുകയാണ്, കൺഫൈൻ ചെയ്തിരിക്കുകയാണ്. 0 to L വരെയുള്ള പൊട്ടൻഷ്യൽ 0യും പിന്നെ ഇൻഫിനിറ്റ് ആണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെർട്ടർബിങ് പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് V0 sin of 2πx/L ആണ്. വെള്ളിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം വെള്ളിലത്തെ പാർട്ടിക്കിളിന്. അപ്പം നമ്മളടുത്ത് E1ഉം E2ഉം കറക്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അവ രണ്ടും ഗ്രൗണ്ട് സ്റ്റേറ്റിലെ കറക്ഷൻസ് ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഇൻ V0ൻ്റെ ഉള്ള ടേംസിലുള്ളത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ വാല്യൂ തന്നിട്ട് 0 to L വരെ ഉള്ള പൊട്ടൻഷ്യൽ ലെവലാണ് VPX ആണ് നമ്മൾ പെർട്ടർബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ ഏത് ഓപ്ഷനാണ് നമ്മളോട് കറക്റ്റ് എന്ന് പറയുന്നത്? E1 0 ആണോ, അതോ E2 less than 0 ആണോ, greater than 0 ആണോ, അങ്ങനെയൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെങ്ത്ത് 0 to L വരെയാണ്. അതുപോലെ തന്നെ സൈ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇൻ്റഗ്രൽ ഓഫ് 2 ഡിവൈഡഡ് ബൈ L റൂട്ട് ൻ്റെ ഉള്ളിലാണ് കേട്ടോ. സൈൻ ഓഫ് KX ആണ്. സാധാരണ K എന്ന് പറയുമ്പോൾ n പൈ x ഡിവൈഡഡ് ബൈ L ആണ് വരാനുള്ളത്. പക്ഷെ നമ്മൾ അതുപോലെ നമ്മുടെ ഇവൻ നമ്മൾ കൊടുത്തു സൈയും, അടുത്തത് സൈ സ്റ്റാറും ഉണ്ട്. അതായത് നമുക്ക് എങ്ങനെ വരാം? സൈ സ്റ്റാർ V ഓഫ് സൈ ആണ് വരാം. അപ്പോൾ ഇവന്മാർ രണ്ട് ഇമാജിനറി ടേംസ് ഒന്നുമില്ല. അപ്പോൾ ഇവരെ ഒറ്റയടിക്ക് നമുക്ക് സ്ക്വയർ ചെയ്യാൻ പറ്റും. അതായത് ഇവിടുത്തെ സൈ സ്റ്റാറിനെയും സൈനെയും നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കാരണം സൈ സ്റ്റാർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ഇമാജിനറി ടേംസ് ഒക്കെ വേണം. അതൊന്നും ഇതിലില്ല. പിന്നെ V എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? പൊട്ടൻഷ്യൽ V0 സൈൻ ഓഫ് 2πx ഡിവൈഡഡ് ബൈ L ഓഫ് dx എന്ന് കിട്ടി. അപ്പോൾ ഇവന്മാർ നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ഡിവൈഡഡ് ബൈ L ഇവനെ പുറത്തിറക്കി V0 ഡിവൈഡഡ് ബൈ 0 to L സൈൻ ഓഫ് πx ഡിവൈഡഡ് ബൈ L ഹോൾ സ്ക്വയർ. ഇവിടെ ഫുള്ളായിട്ടോ സ്ക്വയർ. സൈൻ ഓഫ് 2πx ഡിവൈഡഡ് ബൈ L ഓഫ് dx. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൈൻ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ബാക്കി രണ്ടാൾക്കാരെ നമുക്ക് നോക്കുമ്പോൾ സൈൻ B പോലെയാണ്. എന്തിൻ്റെ ഫോർമുല അത്? കോസ് A മൈനസ് B മൈനസ് ഓഫ് കോസ് A+Bയുടെ ഫോർമുലയാണ് അവൻ, അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുവാണ്. ഇവനെ നമ്മൾ ഇതുപോലെയൊക്കെ എഴുതി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ പുറത്തുള്ള ടൂനെ അകത്തിട്ട് കൊടുക്കാം. അകത്തിട്ട് കൊടുക്കുമ്പോൾ വെച്ചാൽ നമുക്ക് എന്ത് മാറും? ഈ ടൂനെ നമുക്ക് ഇവൻ്റെ ഉള്ളിലേക്ക് എടുത്തുമ്പോൾ നമ്മൾ നേരത്തെ പറയില്ലേ കോസ് A മൈനസ് B മൈനസ് ഓഫ് കോസ് A+B, ആ ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിനെ A ആക്കുക, ഇതിനെ B ആണെന്ന് മനസ്സിൽ വിചാരിക്കുക. സൈൻ A സൈൻ B ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കോസ് ഓഫ് A മൈനസ് B മീൻസ് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. മൈനസ് ഓഫ് കോസ് A+B എന്ന് പറയുമ്പോൾ രണ്ടുമാരും കൂടി കൂട്ടാം. നമുക്ക് കിട്ടി. ഇനി എന്താ? ഈ സൈനിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇവനും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇവനും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടാം? സൈൻ ഓഫ് ദിസ് തിങ് കോസ് ഓഫ് ദിസ് തിങ് മൈനസ് ഓഫ് സൈൻ ഓഫ് ദിസ് തിങ് കോസ് ഓഫ് ദിസ് തിങ് ആയിരിക്കും കിട്ടാം. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് മനസ്സിലായിരിക്കും. സൈന് കോസ് ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഫോർമുല കറക്റ്റ് ആക്കണം. ഇവിടെ 2 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിലൊരു 2 ഇട്ട് കൊടുത്തു എന്ന് തന്നെ വിചാരിക്കണോ? ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പോൾ പുറത്ത് നമ്മൾ എന്ത് ചെയ്തു? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇനി സൈൻ A കോസ് B ഫോമാ. സൈൻ A കോസ് B 2 നമ്മളിവിടെ ഉണ്ട് കേട്ടോ. കാരണം 2 ഉണ്ടെന്ന് തന്നെ വിചാരിച്ച് ചെയ്തോളാം. 2 ഓഫ് സൈൻ A കോസ് B. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് 1/2 ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? സൈൻ A+B പ്ലസ് സൈൻ A മൈനസ് B ആയിരിക്കും. അപ്പോൾ സൈൻ A+B എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവനെ A ആക്കുക, ഇവനെ B ആണെന്ന് വിചാരിക്കുക. സൈൻ A+B സൈൻ A പ്ലസ് ഇവനെ B പ്ലസ് സൈൻ ഓഫ് A മൈനസ് B. ഇതുപോലെ തന്നെ ഇവനും ചെയ്യാം. ഇവനും മൈനസ് ഓഫ് ദിസ് തിങ് ഉണ്ടാവുമല്ലോ. മൈനസ് ഓഫ് സൈൻ ഓഫ് A കോസ് ഓഫ് B ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? 2 കൊണ്ട് നമ്മൾ ത്രൂ ഔട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈൻ A+B സൈൻ A പ്ലസ് B പ്ലസ് സൈൻ ഓഫ് A മൈനസ് B എന്ന് പറയുമ്പോൾ ഇവനും കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഇവനെ നമ്മൾ ആഡ് ചെയ്യുക ചെയ്യണത്. അപ്പോൾ ഇവനെ πx ഡിവൈഡഡ് ബൈ L, അവനും πx ഡിവൈഡഡ് ബൈ L. അപ്പോൾ എന്തായിരിക്കും? 2πx ഡിവൈഡഡ് ബൈ L മൈനസ് ഓഫ് അതന്നെ. അപ്പോൾ അവൻ 0 ആയിട്ട് പോകും. അവനെ ഇനി നമ്മൾ നോക്കിയാൽ വേണ്ട, കാരണം സൈൻ 0 ആണ്. ഇനി ഇവനെ നോക്കും. സൈൻ ഓഫ് πx ഡിവൈഡഡ് ബൈ L മൈനസ് ഓഫ് πx ഡിവൈഡഡ് ബൈ L. അപ്പോൾ ഇവനും പോയി. ഇനി ഇവിടുത്തെ ഒരു മൈനസും ഇവിടുത്തെ ഒരു മൈനസും ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? അവൻ പ്ലസ് ആയിരിക്കും. അതായത് സൈൻ ഓഫ് 2πx ഡിവൈഡഡ് ബൈ L ആയിരിക്കും. ഇൻ്റഗ്രൽ ഓഫ് സൈൻ എന്തെങ്കിലും എന്തായിരിക്കും? മൈനസ് ഓഫ് കോസ് ആയിരിക്കും. ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ഓഫ് കോസ് 2πx ഡിവൈഡഡ് ബൈ L.
നെഗറ്റീവ് അല്ലേ, നെഗറ്റീവിനെ നമ്മൾ പുറത്തെടുത്തു, അതായത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 0 to L ലിമിറ്റ് ഇട്ട് കൊടുത്തു. എങ്ങനെ ഇട്ട് കൊടുക്കും? നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ എന്താ, കോസ് ഓഫ് പൈ 2πx ഡിവൈഡഡ് ബൈ L. അവിടെ നമ്മൾ ഫസ്റ്റ് L ഇട്ട് കൊടുത്തു. L ഇട്ട് കൊടുക്കുമ്പോൾ എന്താ, ഇവനും ക്യാൻസലായിട്ട് പോകും. കോസ് 2π എത്രയാണ്, 1 ആണ്. മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കോസ് 0 ആണ്, കോസ് 0 1 ആണ്. അപ്പോൾ 1 - 1 എന്താ 0. അപ്പോൾ ഈ ഭാഗം ഫുള്ള് നമുക്ക് 0 ആയിട്ട് പോയി. ഇനി നമ്മൾ അടുത്തവനെ നോക്കി. അടുത്തവൻ എന്താ, ഇവിടെ എന്തായിരിക്കും, πx ഒക്കെ ഡിനോമിനേറ്ററിലുള്ളതെല്ലാം കൂടി കൂട്ടുക ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും 3π 4πx ഡിവൈഡ് ബൈ L. ഇൻ്റഗ്രൽ ഓഫ് നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, എനിത്തിങ് മൈനസ് ഓഫ് കോസ് ആയിരിക്കും. അപ്പോൾ മൈനസ് ഓഫ് കോസ് 4πx ഡിവൈഡഡ് ബൈ L ആയിരിക്കും അല്ലേ. ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്, നമ്മൾ ചെയ്തിട്ടുള്ള നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യുമ്പോഴും ഒരു മൈനസ് വരും. ആ 2 മൈനസും കൂടുമ്പോൾ എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കോസ് 4πx ഡിവൈഡഡ് ബൈ L കിട്ടി. അവനെ നമ്മൾ എല്ലോണ്ട് ഇവിടെ ചെയ്തു, ഇവിടെ എല്ലാം ഇട്ട് കൊടുത്തു. കോസ് 4πx കോസ് 4π പറഞ്ഞിരിക്കണം. അപ്പോൾ എന്താ 1 മൈനസ് ഓഫ് എന്തായിരിക്കും, ഇവൻ ഇട്ട് കൊടുക്കുമ്പോൾ 0 ആകുമ്പോൾ 1 ആയിരിക്കും. 1 - 1 0. ഇവനും പോയി. ഇനി നമുക്ക് ബാക്കിയുള്ള ഇവനെ നോക്കാം. ഇവനും പോകുമ്പോൾ എന്തായിരിക്കും, ഇവിടുത്തെ πx ബൈ L ഇവിടുത്തെ πx ഡിവൈഡ് ബൈ L പോവും. മൈനസ് ഓഫ് 2πx ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഈ മൊത്തവനെ ഈ നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് പോകുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ഇൻ്റഗ്രൽ ഓഫ് സൈൻ എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് കോസ് ആയിരിക്കും. മൈനസ് പുറത്ത് നിൽക്കട്ടെ തൽക്കാലം. കോസ് ഓഫ് 2π ഡിവൈഡഡ് ബൈ L എന്താ, കോസ് 2π ഡിവൈഡഡ് ബൈ L. ഇവിടെ എക്സ് ഉണ്ടല്ലോ, കോസ് ഓഫ് 2π L എക്സ് ഉണ്ട്. എക്സിനെ വാല്യൂ ഇട്ട് കൊടുത്ത് L ഇട്ട് കൊടുക്കുക. L ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, 2π ആയിരിക്കും. അപ്പോൾ 1 ആയിരിക്കും. ലോവർ ലിമിറ്റ് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, 1 ആയിരിക്കും. 1 - 1 0 കിട്ടി. നോക്കിയേ വേണ്ട, അവന്മാരൊക്കെ 0 ആയി. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ഇൻ്റഗ്രലിനെ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 ആണ് കിട്ടുക. ഈ ഇൻ്റഗ്രൽ എന്താണ്, നമ്മുടെ ലോവസ്റ്റ് ഓർഡർ കറക്ഷൻ, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ 0 എന്ന് മനസ്സിലായി. ഇനി സെക്കൻഡ് ഓർഡർ കറക്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഓർഡർ കറക്ഷൻ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെക്കൻഡ് ഓർഡർ കറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും, V0 പ്ലസും E0' ഡിവൈഡഡ് ബൈ E0 2 മൈനസ് E0 1 ആണ്. ഇവൻ തന്നെ ഓൾറെഡി 0 ആണ്. ന്യൂമറേറ്റർ 0 ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഉത്തരം എന്തായിരിക്കും, V0 അല്ല നിൽക്കും അവൻ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കും. ഓപ്ഷൻസ് എന്താ, ഇവന് മൊത്തം നോക്കിയാൽ മതി. അപ്പം ഇവനും അല്ലേ 0 ആവണത്. ഓക്കെ, ഇവിടെ E2 <0 എന്ന് പറയണം. അല്ല, E2 എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ V0 ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ.